അനുമോളോട് അനീഷ് പറഞ്ഞ ആ ഒരു പ്രണയാഭ്യർത്ഥന, ആത്മാർത്ഥമായിട്ട് അനീഷിന് തോന്നിയ ആ ഒരു പ്രണയം, അത് അനുമോൾ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് എടുത്തോ? അങ്ങനെ ഒരു സംസാരം ബിഗ് ബോസ് ഹൗസിലും അതുപോലെ തന്നെ ലാലേട്ടന്റെ മുന്നിൽ വരെ നടന്നിരിക്കുകയാണ്. ഷാനവാസ് ആണ് കാരണക്കാരൻ. ഷാനവാസ് ഇന്നലെ ലാലേട്ടനോട് പറഞ്ഞത് അതിനെ വരെ ഒരു ഗെയിം ആയിട്ട് കണ്ടോ, കംപ്ലീറ്റ്ലി 100% അനുമോൾ ഒരു ഗെയിമാണ്, ഗെയിമർ ആണ്, ബാക്കി എല്ലാം അനുമോളുടെ കാർഡുകളും അതിനകത്തൊരു സത്യസന്ധതയില്ല എന്നൊക്കെ ഇന്നലെ പറഞ്ഞ ആ കൂട്ടത്തിൽ അനീഷിന്റെ പ്രണയം വരെ ആ ഷാനവാസ് അവിടെ എടുത്തിട്ടു. അതിനുശേഷം ലാലേട്ടന്റെ എപ്പിസോഡിന് ശേഷവും ഷാനവാസ് അക്ബറിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന അനുമോള് അത് ലാലേട്ടൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുമോൾ ഒരുപാട് സംസാരിച്ചതുപോലെ തോന്നി, അനുമോൾ അതിനെ ഒരു ഗെയിം കാർഡാക്കി യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം അതിനകത്ത്. അതുപോലെ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ആഴ്ച തുടങ്ങുന്നത് തന്നെ ഈ പറയുന്ന നമ്മുടെ അനുമോളും അതുപോലെ നൂറ, ആദില ഇവരുടെയൊക്കെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും അതുപോലെ നൂറയും ആദിലയും പുറത്തിറങ്ങിയതിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചുള്ള സംസാരങ്ങളും, പിന്നെ ഈ ഷാനവാസ് തുടക്കം തൊട്ടേ കുറച്ചധികം ഈ നമ്മുടെ അക്ബറുമായിട്ട് ഒട്ടി നിൽക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ പുതിയൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ അനീഷ് വളരെ സ്മൂത്ത് ആയിട്ട് ഇപ്പം അനുമോളെ പ്രപ്പോസ് ചെയ്ത കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കാതെ ഒരു ഗെയിം എന്നുള്ള രീതിയിൽ വളരെ ഒരു എന്താ പറയാ ഗുഡായിട്ട് തന്നെ പോകുന്നുണ്ട്. അനുമോളോട് വന്നിട്ട് രാവിലെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും അരിയാനുണ്ടോ എന്ന് വന്നിട്ട് അനുമോളോട് വന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്. അനുമോൾ അതിന് വളരെ മാന്യമായിട്ട് വളരെ നോർമലായിട്ട്, അതിനകത്തൊന്നും കൂടുതൽ എടുത്ത് പറയാനൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുകയാണ്, സംസാരിക്കുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിനിടയിൽ അവർക്ക് വന്നിട്ടുള്ള ഇന്നത്തെ ഫുഡ്, അതായത് അവരുടെ റേഷൻ വന്നു. ആ റേഷൻ എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി കഴിക്കാൻ മാത്രമുള്ളതായിരുന്നില്ല, കുറെ അധികം സാധനങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു കൗണ്ട് വെച്ചിട്ട് അവരെല്ലാവരും ഗസ് ചെയ്യുന്നുണ്ട് ഇന്ന് ഈ ഒരാഴ്ച മിക്കവാറും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവരും ഇതിലേക്ക് തിരിച്ചു വരുന്ന ഒരു സീൻ ഉണ്ടായിരിക്കും. അപ്പം എല്ലാവരും വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും തന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷാനവാസ് കൊളുത്തിയ ഒരു തിരി അവിടെ കിടപ്പുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് ഷാനവാസ് പറയുന്നു, ഈ പറയുന്ന അനീഷിന്റെ പ്രണയാഭ്യർത്ഥന ഈ അനുമോള് അതിനെ ഒരു ഗെയിം സ്ട്രാറ്റജി ആക്കി എടുത്തു എന്ന്. പുറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അനുമോൾക്ക് ഒരു PR ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ എല്ലാവരും ഈ അനുമോളെ കുറിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അനുമോള് ബിഗ് ബോസ് ഹൗസിനകത്ത് കളിക്കുന്ന ആ ഒരു ഗെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് പുറത്തെല്ലാവരും ഈ എവിക്റ്റായ എല്ലാ മത്സരാർത്ഥികളും കൂടെ കൂട്ടം കൂടി അനുമോൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അങ്ങേയറ്റം നെഗറ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്ന, അല്ലെങ്കിൽ അനുമോളെ നെഗറ്റീവായിട്ട് മാത്രം ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട്. ഒരുപാട് പേര് അതിനെക്കുറിച്ച് ഇടപെടാറേയില്ല. അവരവരുടെ ലൈഫ് നന്നായിട്ട് തന്നെ കൊണ്ടുപോകുന്നവരുണ്ട്. ഫോർ എക്സാമ്പിൾ റെന ഫാത്തിമയൊന്നും അനുമോൾക്കെതിരെ ഒന്നും സംസാരിക്കുന്ന കണ്ടില്ല. അവർക്ക് അവരുടെ ആ ഒരു ലൈഫിൽ വളരെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ബാക്കി കുറേ പേരൊക്കെ ഈ ഒരു എവിക്ഷന് ശേഷം അനുമോൾക്കെതിരെ സംസാരിക്കുന്നത് പോലെയാണ് തോന്നിയത്. ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസിന്റെ കാര്യം വിടുന്നതാണ് സത്യം പറഞ്ഞാൽ അവരുടെ റിയൽ ലൈഫിന് നല്ലത്. ചുമ്മാ കൂടുതൽ ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് നെഗറ്റീവ് ആകാൻ സാധ്യതയുള്ളത്. ഏതായാലും ശരി, PR എന്ന് പറഞ്ഞിട്ട് അനുമോളെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടും അതുപോലെ തന്നെ അനുമോളെ അങ്ങേയറ്റം ബുള്ളി ചെയ്യുന്ന കുറെ അധികം പേരുണ്ട് സോഷ്യൽ മീഡിയയിൽ. അവർക്കൊക്കെ അവരുടെയൊക്കെ പ്രതിനിധിയായിട്ടാണോ ഈ പറയുന്ന എവിക്റ്റ് ആയവരൊക്കെ തിരിച്ചു വരുന്നത് എങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ ഇതുവരെ അനുമോൾ അനുഭവിച്ചതിലും കൂടുതൽ അനുഭവിക്കാൻ റെഡി ആയിരിക്കേണ്ടി വരും. അത് പക്ഷേ ഗുണം ചെയ്യുന്നത് അനുമോൾക്ക് തന്നെ ആയിരിക്കാം, എന്നാൽ മെന്റലി അത് അനുമോൾക്ക് അത്ര ഗുണം ചെയ്യില്ല. കാരണം ഇന്നലത്തെ ആ ഒരു ലാലേട്ടന്റെ എപ്പിസോഡിൽ പോലും ജസ്റ്റ് ഒരു അനാലിസിസ് നടത്തിയ സമയത്ത് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നു. ഷാനവാസ് വന്നിട്ട് അനുമോൾക്കെതിരെയാണ് എല്ലാ കാര്യങ്ങളും, അതായത് സത്യസന്ധതയില്ല, വിശ്വസിക്കാൻ കൊള്ളില്ല, നിലപാടൊട്ടുമില്ല, നിലപാടിലൊന്നും ഉറച്ചു നിൽക്കുന്നില്ല, ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഷാനവാസിന് ഒരു പെങ്ങളൂട്ടി കാർഡ് അനുമോളുമായിട്ട് എടുക്കാൻ പറ്റാത്തതിന്റെ നല്ലൊരു രോഷം കൂടി ഇന്നലെ കാണിച്ചതുപോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡ് ഇപ്പൊ തുടങ്ങുമ്പോഴാണെങ്കിലും ഷാനവാസ് തുടക്കം തന്നെ അനുമോൾക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തുകൊണ്ടാണ്. ഇത് എവിടെങ്കിലും അക്ബർ യൂസ് ചെയ്യുവാണെങ്കിൽ അത് ഷാനവാസിന്റെ മാത്രം ക്രെഡിറ്റ് ആണ്. അനുമോൾക്ക് ഇട്ട് കൊടുക്കാനുള്ളതെല്ലാം അക്ബറിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത് പോലെ എനിക്ക് ഷാനവാസിൽ നിന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പുറത്തുനിന്നുള്ള എവിക്റ്റ് ആയവരൊക്കെ തിരിച്ചു വന്നൊരു സംസാരത്തിലേക്ക് വരുമ്പോഴും അനുമോള് തന്നെയായിരിക്കും ടാർഗറ്റ്, ഷുവർ ആയിട്ടും അതിനുള്ള ഒരു ചാൻസ് കൂടി കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു ഇന്നലത്തെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷവും ഇന്നത്തെ ആ ഒരു എപ്പിസോഡും എല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങൾ ലൈവ് കണ്ടു തുടങ്ങിയെങ്കിൽ ഈ ഒരു ആഴ്ച മാത്രമേ ഉള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യുക. സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.